എനിക്ക് തമ്മീസൊക്കെ ആയി നല്ല കമാലിയത്തിൽ നല്ല ഓർമ്മയുള്ള കാലത്ത് തന്നെ ഞാൻ പോയത് ആരെ കാണാൻ, ഷെയ്ഖുന മടവൂര് ഖദ്ദസുല്ലാഹു സിർറ. എനിക്ക് ബാലികാകണില്ലാത്തും പനല്ലല്ലോ തീരുമാനിക്കല്. ഷെയ്ത്താനി ത്വരീഖത്തിൻ്റെ നേതാവ് കുരുവട്ടൂർ KC അബ്ദുള്ള എന്ന് പറഞ്ഞ ആളാണ് ഈ പറഞ്ഞത്. മഹാനായ CM വലിയുള്ളയെ ഇവൻ കാണാൻ പോയപ്പോൾ തമ്മീസൊക്കെയായി ബുലുവൊക്കെയായി എന്നുള്ളത്. പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവർ തൊള്ള പൊളക്കുന്നതിന് കളവ് പറയാനായിരിക്കും. പ്രത്യേകിച്ച് ചേക്കുട്ടിപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൾ. ഈ പറഞ്ഞു കൊടുത്ത് ചെറിയൊരു ലോജിക്ക് കമ്മിയുണ്ടല്ലോ അബ്ദുള്ള എന്നവരെ അങ്ങനെ വിളിക്കാലോ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ പറഞ്ഞ ചേക്കുട്ടി എന്ന് പറയുന്ന KC അബ്ദുള്ളയും അതുപോലെ നൗഷാദ് ഒതുക്കുങ്ങലും പമ്പേസ് മൗലവിയും കൂടി ചെറിയൊരു വിഷയം ഉണ്ടായപ്പോൾ 2019 പോലീസ് സ്റ്റേഷനിൽ ഒരു ചെറിയൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അന്ന് എഴുതി കൊടുത്തത് എനിക്ക് 36 വയസ്സെന്നാണ് 2019. 2019 കഴിഞ്ഞ് 20 കഴിഞ്ഞപ്പോൾ 26, അവർ 7 വയസ്സും കൂടി കൂട്ടി വിചാരിച്ചു. ഒരു 7 വയസ്സും കൂടി കൂടി. പറഞ്ഞ മനസ്സിലാകണ്ടോ? ഇന്നിപ്പോൾ കഴിഞ്ഞ ഷവ്വാൽ മാസത്തിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളയുടെ 36ാമത്തെ ആണ്ടാണ് കഴിഞ്ഞത്. 36 കൊല്ലമായി വഫാത്തായിട്ട്. അപ്പോൾ എനിക്ക് വയസ്സുണ്ടാകുക 36ക്ക് ഒരു 7 കൂടി കൂട്ടിക്കാണ്ടാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തത് പ്രകാരം 43 വയസ്സ്, 44 വയസ്സിൻ്റെ അടുത്തുണ്ടാവും. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളായി വഫാത്തായ അന്ന് പോയി കണ്ടതാണെങ്കിലും എനിക്കൊരു 7ാമത്തെ വയസ്സിലോ 8ാമത്തെ വയസ്സിലോ 7ാമത്തെ വയസ്സ് ആ കൂട്ടിക്കോ, 7ാമത്തെ വയസ്സിൽ എനിക്ക് ബുലുവും ബാലും ഒക്കെ ആയി. ഞങ്ങളെല്ലാം ഇജ്ജ് പറഞ്ഞോ അയക്കണോ? ഇജ്ജ് മുമ്പൊരിക്കൽ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മ ഉണ്ടോ? കാരണം ഇജ്ജ് CM വലിയുള്ളയെ കാണാൻ പോയപ്പോൾ എൻ്റെ ഉമ്മയാണ് എന്നെ കുളിപ്പിച്ചപ്പോൾ വലിയ റാഹത്തായി എന്നൊക്കെ പറഞ്ഞാണ്ട് മുമ്പിലിരിക്കുന്ന കുഞ്ഞാടുകളോട് തള്ളിയത്. പ്രായപൂർത്തിയായവരാണ് എൻ്റെ അമ്മേനെ കുളിപ്പിച്ചത്. അവൻ കൂടി ഒന്ന് വെളിപ്പെടുത്ത്. എനിക്ക് പ്രായപൂർത്തിയായി അയക്കണോ ഇല്ല എന്നുള്ളത് ആരാ തീരുമാനിക്കേണ്ടത്? പൊതുജനം തീരുമാനിക്കും. എൻ്റെ സംസാരത്തിൽ തന്നെ അതാ പറഞ്ഞ അത്തും പിത്തും അതും ഇതും പറയരുത് എന്ന്. അന്നേച്ച് പറഞ്ഞിട്ടിരുന്നു ഞാൻ 10-18 വയസ്സായവരെ കണ്ടത് എന്ന്. അപ്പം ഈ വയസ്സ് എഴുതി കൊടുക്കുമ്പോഴും ഒരു 10-15 വയസ്സ് കൂട്ടി പറയണമായിരുന്നു. 2019 എഴുതി കൊടുത്തത് 36 വയസ്സെന്നാണ്. ഒന്നെങ്കിൽ അന്ന് 36 വയസ്സായിട്ടില്ലേ? അല്ലെങ്കിൽ അതിൽ ഏറുണ്ടോ? അതിന് 36 എന്ന് എഴുതി കൊടുത്ത് 2019. ഈ 2019 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 18 കൊല്ലമായി ചങ്ങായി. ഇതൊക്കെ എവിടുന്ന് വണ്ടി കയറിയതാ? ഇത് ആരാ ഈ വട്ടം കറക്കണത്? എനിക്ക് എന്ത് പറഞ്ഞാലും ഇജ്ജത്തെ മനസ്സിലാക്കി ഇജ്ജ് ഈ പറയണതൊക്കെ നമ്മളിത് സൂക്ഷിച്ചൊക്കെ ഉണ്ട്, നമ്മളിത് അറിയണമുണ്ട്, എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ മുദബ്ബിറുലാലം എന്നുള്ള സ്ഥാനം എനിക്കാണ് എൻ്റെ മുരീദുമാർ തന്നത്. ശരിക്കും അന്യം കൂടി തെദ്ബീർ ചെയ്യുന്നത് നമ്മളാ. ഇജ്ജ് എന്ത് ആലോചിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഇജ്ജ് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഈ കോലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഞങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. ഇജ്ജെന്താ മനസ്സിലാക്കിയേ? അപ്പോൾ ശരിക്കും മുദബ്ബീർ നമ്മളാണ്. മനസ്സിലാവുണ്ടെങ്കിൽ ഇജ്ജ് എവിടെയൊക്കെ പോകണം, ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറണം, എന്തൊക്കെ കൊടുക്കണം, ഏതൊക്കെ സ്റ്റേജിൽ കയറണം, ആരൊക്കെ വിളിക്കണം, ഏതൊക്കെ യുക്തിവാദികൾ എൻ്റെ കൂടെ വാങ്ങണം, ഇസ്ലാമിൻ്റെ വിരോധികളായ ആരൊക്കെ എൻ്റെ കൂടെ ചേരും, ഇതൊക്കെ തീരുമാനിക്കുന്നതും പറയുന്നത് നമ്മളാണ്. ആ നേരത്തെ പറഞ്ഞെങ്കിൽ സ്വന്തമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റൂല. കാരണം സർവ്വ യുക്തിവാദികളും നിരീശ്വരവാദികളും നിർമ്മിതവാദികളായ സർവ്വ ആൾക്കാരും എൻ്റെ കൂടെ കൂടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് പ്രകാരം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാത്ത എന്താ ഉള്ളത്? ചാണകസംഖ്യ എൻ്റെ ഒപ്പമായിരിക്കും പറഞ്ഞു, സത്യമല്ലേ? നിരീശ്വരവാദികൾ അവിടെ സന്ദർശിക്കുക പറഞ്ഞു, സത്യമല്ലേ? ഇപ്പോൾ ഇന്നലെ വരെ സന്ദർശിച്ചില്ലേ? മടറുകോട്ടയിൽ വരെ നിരീശ്വരവാദികൾ കഴിഞ്ഞാടില്ലേ ഇപ്പോൾ സർവ്വമത സത്യവാദികൾ? ഞാനിപ്പോൾ പറയണം. എന്നിട്ടിപ്പോൾ കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക CM വലിയുള്ളയെ കണ്ട സമയം പറഞ്ഞിട്ട്. ഇതൊക്കെ നീ പറഞ്ഞത് വെച്ചിട്ട് കണക്കൂട്ടുന്നതാണ്. നിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരു കാലത്ത് എൻ്റെ ഊളത്തരം കേട്ട ആൾക്കാർ തന്നെയാണല്ലോ നമ്മൾ. അപ്പം എൻ്റെ ഊളത്തരത്തിൽ നിന്ന് അന്ന് മനസ്സിലാക്കിയതല്ല എന്ന് പറയുന്നത് എന്നാ. മനസ്സിലാകണ്ടോ? ഞാൻ അന്ന് വളരെ വ്യക്തമായിട്ട് എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് മറന്നു. അത് അന്നേ ഇപ്പം ഇങ്ങനെ പറയണമെങ്കിൽ അത് അന്നേ തിരുത്തണമായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ കുഞ്ഞാപ്പ് തിരുത്തിയതിൽ തിരുത്തണം. കുഞ്ഞാപ്പ് എങ്ങനെ തിരുത്തിയെന്ന് വെച്ചാൽ കുഞ്ഞാപ്പ് ഒരിക്കൽ അങ്ങാടിയിൽ ഇരിക്കുമ്പോൾ ആരോ വന്ന് ചോദിച്ചോടാ, ആ പോണൊക്കെ എൻ്റെ ഏട്ടന്മാരല്ലേ ചോദിച്ചു. ആ ഏട്ടന്മാർ തന്നെയാണ്, പക്ഷേ ഞാനാ മൂത്തത് കയറും. അതെങ്ങനെ വെച്ചു? അതൊന്നുമല്ല, എൻ്റെ അമ്മ പോലെ ആദ്യമാണ് പ്രസവിച്ചു എന്നുള്ളൂ. ശരിക്കും ഞാനാ പ്രായം കൊണ്ട് മൂത്തത്. കാരണം എന്തേ?
ഓരെ പ്രസവിച്ച് 5 കൊല്ലം കഴിഞ്ഞാൽ എന്നെ പ്രസവിച്ച് എന്നാലും മൂപ്പോണ്ട് ഞാനാണ് എന്ന് പറഞ്ഞതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല അതിൻ്റെ അതിന് മുമ്പേ ഇങ്ങോട്ട് പോകുന്നതാണെന്നെങ്കിലും എനിക്ക് വ്യാഖ്യാനിക്കാൻ കഴിയണം. ചിലപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന മന്ദബുദ്ധികളാവുന്ന നൗഷാദും കുഞ്ഞാബത്തും പമ്പേഴ്സും അതും വിശ്വസിക്കും. കാരണം അത്രമാത്രം അതും വിശ്വസിക്കാൻ മാത്രം ഓലെ തലച്ചോറിച്ച് ചവിട്ടി മെരുക്കി ചേറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതല്ല അറ്റിങ്ങൾ കയ്യിലും വലുതും കൊടുത്തിട്ടുണ്ടെങ്കിലും അറ്റിങ്ങൾ വില വിശ്വസിക്കും. പക്ഷേ സാമാന്യ ബോധമുള്ള ജനങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുക എന്ന് മനസ്സിലാക്കണം. മനസ്സിലാകണ്ടോ?